രാവിലെ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു വെള്ളപ്പയർ കറി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ സ്കൂളിന് ചോറിന് കൊടുത്തു വിടുകയും ചെയ്യാം, പുട്ടിന് അപ്പത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതുപോലെ കുക്കറിലേക്ക് ആദ്യമേ തന്നെ ഇത്തിരി കറിവേപ്പിലിട്ട് പൊട്ടിക്കാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്കുള്ള എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയുടെ ഉള്ളിലേക്ക് ആവശ്യമുള്ള ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ ഒരു സ്പൂണോളം മുളക് പൊടിയും ഗരം മസാലപ്പൊടി ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതും ഒരു 1.5 സവാളയും കൂടെ ചേർത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു കുഞ്ഞൊരു ഹാഫ് തക്കാളി കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എണ്ണയിലിട്ടിട്ട് തന്നെ വലിയ മുളകൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വെള്ളപ്പയർ കുതിർത്തത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ഗ്ലാസോളം വെള്ളം എടുത്ത് ഒഴിക്കാം. ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒരു ഏകദേശം 2-3 വിസിലടുപ്പിച്ചെടുക്കാം. കറി ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ താളിക്കാനായിട്ട് നോക്കാം. ചട്ടിയിലേക്ക് ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് നമ്മളവിടെ എടുത്ത് വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഇതുപോലെ അങ്ങോട്ട് കൂട്ടാം കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഗരം മസാലപ്പൊടി ജസ്റ്റ് ഒന്ന് തൂളി കൊടുത്താൽ മതി. സൂപ്പർ കറി റെഡി ആയി കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നമ്മൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകളൊക്കെ